ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പൈസിയായ അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയാലോ? കഴിച്ചാലും മതി വരില്ല. നിങ്ങൾ ഇതുപോലത്തെ ഒരു പഴംപൊരി ഉണ്ടാക്കി നോക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ 2 നേന്ത്രപ്പഴമാണ്. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം പഴവും കട്ട് ചെയ്തെടുക്കാം. അധികം നേർത്താണ്ട് കുറച്ച് തടി ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായത് 1 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാനെടുത്തത്. പിന്നെ എടുത്തതെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂണ് കടലപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില, പിന്നെ 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചെറിയ പീസ് ഇഞ്ചിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളമായിട്ട് വെച്ച് കൊടുക്കണേ. അധികം ലൂസാകാണ്ട് ശ്രദ്ധിക്കണം. ഇനി എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഈ മാവിൽ മുക്കി നമുക്ക് വറുത്തെടുക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ഏകദേശം നിങ്ങൾക്ക് അറിയുമല്ലോ, ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ അടിപൊളി സ്പൈസി പഴംപൊരി റെഡിയായി. അത്രയും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ.